ഒരു ലിവർ ആരോഗ്യത്തിലാണോ എന്നറിയാൻ ഒരു റുട്ടീൻ ചെക്കപ്പ് എന്ന് പറയാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അതിൻ്റെ ഒരു വാല്യൂ എത്ര കിടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിലുള്ള റെഡ് ഫ്ലാഗ്സ്, അതൊന്ന് പറയൂ. നമ്മുടെ റുട്ടീൻ ലിവർ റിലേറ്റഡ് സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റാണ്, ബ്ലഡിൽ ചെയ്യാവുന്ന ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. പക്ഷേ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൻ്റെ ഒരു പ്രശ്നം എന്നത് തന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ പ്രശ്നങ്ങളൊന്നും വരണം എന്ന് തന്നെ നിർബന്ധമില്ല. ഈവൻ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഏർലി സ്റ്റേജസിലൊക്കെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമലായിരിക്കും. ചില കേസസിൽ ഏർലി സിറോസിസിൽ പോലും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമലായിരിക്കും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ യാതൊരുവിധ വ്യത്യാസങ്ങളും വരില്ല. പക്ഷേ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്കത് ലിവറിൻ്റെ പ്രോബ്ലം ആണെന്ന് അറിയാൻ പറ്റും. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോർമൽ ആയതുകൊണ്ട് മാത്രം എൻ്റെ ലിവർ നോർമലാണെന്ന് വിചാരിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ എളുപ്പമായിട്ടുള്ള ടെസ്റ്റാണ് അൾട്രാസൗണ്ട് അബ്ഡമൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ. അത് റേഡിയേഷനൊന്നും ഉള്ള സ്കാൻ അല്ല, നമ്മുടെ CT MRI പോലെ അത്ര വലിയ പ്രൊസീജിയറൊന്നും അല്ല. വളരെ ജസ്റ്റ് പോയി ഒരു 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ. റേഡിയേഷനൊന്നും ഇല്ല. വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് പെട്ടെന്ന് എടുക്കാവുന്ന ടെസ്റ്റാണ്. അപ്പോൾ അൾട്രാസൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് അറ്റ്ലീസ്റ്റ് ഫാറ്റി ലിവർ ഉണ്ടോ അല്ലെങ്കിൽ സിറോസിസ് ഉണ്ടോ എന്നറിയാൻ പറ്റും. ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അൾട്രാസൗണ്ടിൽ ഒരു ഗ്രേഡിംഗ് ഉണ്ട് ഫാറ്റി ലിവറിന്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ ഏത് ഗ്രേഡിലാണെന്നും അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ മെറ്റബോളിക് ഡിസീസസിന് വേണ്ടിയുള്ള സ്ക്രീനിങ് കൂടെ അതിൻ്റെ കൂടെ ചെയ്യുക. അതായത് ഷുഗർ ടെസ്റ്റ് ചെയ്യണം, കൊളസ്ട്രോൾ നോക്കുക, തൈറോയിഡ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അതൊക്കെ ആ ഡിസീസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ലിവർ സ്ക്രീനിങ് ചെയ്യേണ്ടതാണ്. അപ്പം ബേസിക് ലിവർ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റബോളിക് ഡിസീസസിന് വേണ്ടിയുള്ള ബ്ലഡ് ടെസ്റ്റുകളും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും അൾട്രാസൗണ്ട് അബ്ഡമൻ.